ഈ ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ ആമോസ് പറയുന്ന അതിശ്രദ്ധേയമായ ഒരു സത്യമുണ്ടെന്ന് വായിക്കാമോ? ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 10 വരെ. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എല്ലായിടത്തും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ എന്തിനു വേണ്ടി ദൈവം അത് അനുവദിച്ചു? ജനം ദൈവമുഖം അന്വേഷിക്കാൻ, ദൈവത്തിലേക്ക് തിരിയാൻ. 7-ാമത്തെ വാക്യത്തിൽ എന്നാ എഴുതിയിരിക്കുന്നേ? കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കി കളഞ്ഞു. ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു. ദാഹം തീർന്നില്ല താനും, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി? അവിടെ മഴ പെയ്തില്ലെന്നാ എഴുതിയിരിക്കുന്നത്. മഴ പെയ്യാതെ ഒരു കണ്ടത്തിൽ മഴ പെയ്തു, അടുത്ത കണ്ടത്തിൽ മഴ പെയ്തില്ല. ഒരാളുടെ കൃഷി അവിടെ നന്നായി പോയി, ഇപ്പുറത്തെ കൃഷി മോശമായി പോയി. നമുക്കങ്ങ് നേരെ തിരിച്ചു ചിന്തിച്ചേ. പെരുമഴയല്ലേ പലപ്പോഴും. പ്രൈസ് ഗോഡ്. ഇതൊക്കെ എന്തിനാണ്? എന്നിട്ടും നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നില്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ, ഭക്ഷ്യസാധനങ്ങളുമായിട്ടും വസ്ത്രങ്ങളുമായിട്ടും ഒക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ എന്തോ ഒരു ഒത്തൊരുമയാണെന്നറിയാം. അവിടെ മതമില്ല, അവിടെ ജാതിയില്ല, അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഭയങ്കര ഐക്യതയാണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ, മഴ തോന്നു കഴിയുമ്പോൾ, വിഷയങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്വഭാവം മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞ കൊണ്ടും ശിക്ഷിച്ചു. മുന്തിരിപ്പറമ്പുകളിലും അത്തിവൃക്ഷങ്ങളെയും ഒലിമര വൃക്ഷങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോഴും ദൈവം ചിന്തിച്ചു, നിങ്ങൾ അവനിലേക്ക് തിരിഞ്ഞു വരുമെന്ന്, അവനിലേക്ക് മടങ്ങി വരുമെന്ന്. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ ഒടുവിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. യെസ്, മിസ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. മഹാമാരി എന്നുള്ള പദം നമുക്ക് സുപരിചിതമായല്ലോ. മിസ്രൈമിൽ എന്ന പോലെ മഹാമാരി ഞാൻ നിങ്ങളുടെ അയച്ചു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി, ശവങ്ങളുടെ നാറ്റം മൂക്കിനകത്ത് കയറുമാറായി. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. ഏറ്റവും ഒടുവിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സർവശക്തനാകുന്ന ദൈവം, ആമീൻ സ്തോത്രം, അവസാനം പറയുകയാണ്. ബസ് അതൊന്ന് വായിച്ചേ. നിന്റെ ദൈവത്തെ ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വാക്യം വായിച്ചേ. വാക്യം 12. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇനി ഫൈനലി ഇത് എഴുതി വെച്ചോ, ഇത് നോട്ട് ചെയ്തോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഇത് സംഭവിക്കാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം വിവിധ സാഹചര്യങ്ങളിലൂടെ ദേശത്തെയും സഭകളെയും വ്യക്തിത്വങ്ങളെയും ഒക്കെ കടത്തിവിട്ടിട്ടും ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയും ഒരു കണ്ണുനീരും ഒരു അങ്കലാപ്പും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ഒരു മാനസാന്തരത്തിന് ഇടം കൊടുക്കാതെ, പൂർണ്ണമായ ഒരു മടങ്ങി വരവിന് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ പിന്നെയും ആ പഴയ പാപങ്ങളിലേക്ക് വീണ്ടും കടന്നു പോവുകയും, ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെ കാശിനാവശ്യം വരുമ്പോൾ ഒരു ഉപവാസം, ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു സ്തോത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പെടുമ്പോൾ വിശ്വേ ഒരു പ്രത്യേക ടോണിൽ ഒരു വിളി. ഇതല്ലാതെ പൂർണ്ണമായ ഒരു മടങ്ങി വരവിന് വേണ്ടി, പൂർണ്ണമായ ഒരു സമർപ്പണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാത്തവരോടും, പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തവരോടും സ്വർഗത്തിലെ ദൈവം പറയുന്നു, റാപ്ചർ നടക്കാൻ പോവുകയാണ്, ഉൽപ്രാപണം നടക്കാൻ പോവുകയാണ്, അത് അതിവേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി വാണിങ്ങുകൾ കിട്ടിയെന്ന് വരത്തില്ല, ഒരുപക്ഷെ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ, prepare to meet your God, നിന്റെ ദൈവത്തെ സ്വീകരിപ്പാൻ, എതിരേൽപ്പാൻ, മീറ്റ് ചെയ്യാൻ നീ റെഡി ആയിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക എന്ന് സ്വർഗം നമ്മളെ അറിയിക്കുന്നു പ്രിയരെ.
ഹല്ലേലൂയ. പാട്ടുകാരൻ ചോദിച്ചതുപോലെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അർദ്ധരാത്രിയിൽ പ്രതീക്ഷിക്കാത്ത യാമത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് മണവാളൻ കടന്നു വരുമ്പോൾ മയക്കം പിടിച്ച മണവാട്ടിയെ പോലെ മണിയറയിൽ നിന്ന് പുറത്താക്കപ്പെടാതെ വിളക്കിനോടുകൂടെ എണ്ണയും എടുത്തു കാത്തു നിന്ന മണവാളന് വേണ്ടി ഒരുങ്ങി നിന്ന മണവാട്ടിയെ പോലെ ദൈവസഭയെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിങ്കിലായിരിക്കുമെങ്കിൽ ധൈര്യത്തോടെ ദേഹസഹിതനായി നിന്റെ ദൈവത്തെ നിനക്ക് മീറ്റ് ചെയ്യുവാൻ കഴിയും. അതിനായി കർത്താവ് സഹായിക്കട്ടെ. പരീക്ഷകളും പ്രതിസന്ധികളും ഒരുപക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിൽ അത് അനുവദിച്ചത് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും നാം ദൈവത്തിൽ ആശ്രയിക്കാനും വേണ്ടിയാണ്. രണ്ടാമത്തെ മെയിൻ ടൈറ്റിൽ നമ്മുടെ തെറ്റുകളെ തിരുത്തി, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തി നമ്മെ ദൈവത്തിന് പണിതുയർത്താൻ വേണ്ടിയാണ്. ഒന്ന് വായ്കൾ തുറന്ന് പറയാമോ? ഞാൻ തകർന്നു പോകാനല്ല, ഞാൻ തകരുവാനല്ല ഈ പ്രതിസന്ധി, എന്നെ പണിതുയർത്തുവാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ പാടാറില്ലേ, ആമേൻ, നിന്നെ തളർത്തുവാനോ നിന്നെ തകർക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ വേദന എന്ന് നമ്മൾ പാടാറില്ലേ? അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാൻ വേണ്ടിയാണ്. പക്ഷേ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ വലിയ കുശവന്റെ കരങ്ങളിലേക്ക് ഒരു കളിമണ്ണായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എന്നെ അവിടുത്തെ ഹിതപ്രകാരം ഒന്ന് പണിയണമേ, അവിടുത്തെ ഹിതപ്രകാരം എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒന്ന് ഷേപ്പ് ചെയ്യണമേ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ പ്രിയരെ. ഈ ഒരു സാഹചര്യത്തിലൂടെ ആരൊക്കെയോ ഹല്ലേലൂയ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. തെറ്റുകൾ തിരുത്തി നമ്മെ പണിതുയർത്തുന്ന ദൈവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ നീ മുഷിയരുത്. വായിക്കാം പാസ്റ്ററെ. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെ തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കുന്നത് 11-ാമത്തെ വാക്യം വായിക്കാമോ? ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഉറപ്പായിട്ടും അല്ല. നമുക്കറിയാലോ, അത്ര സന്തോഷമല്ല. മുഖം കാണുമ്പോൾ അറിയാം. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. രാജാവിന്റെ വിരളഗ്രം മുറിഞ്ഞത് ആ മൂമെന്റിൽ സന്തോഷകരമല്ല, പക്ഷെ പിന്നെ അതറിയും എന്തിനാണ് ദൈവം അത് അനുവദിച്ചതെന്ന്. അബ്രഹാമേ, ദീർഘവർഷങ്ങൾ താങ്കൾ പരീക്ഷകളിലൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയെന്ന് പിന്നീട് അറിയും. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയെന്ന് താങ്കൾ പിന്നീട് അറിയും. ഇസഹാക്കേ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിവിധ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ അതെന്തിനു വേണ്ടിയെന്ന് നിന്റെ ജീവിതത്തിൽ രഹബോത്ത് വെളിപ്പെടുമ്പോൾ നീ അറിഞ്ഞിരിക്കും. യാക്കോബേ, വീടും നാടും എല്ലാം വിട്ട് കല്ല് തലയണയായി വെച്ചുകൊണ്ട് നീ ലൂസിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് നീ പിൽക്കാലത്തിൽ തിരിച്ചറിയും. ജോസഫേ, എന്തുകൊണ്ട് ഈ സഹോദരന്മാർ, എന്തുകൊണ്ട് ഈ പൊട്ടക്കിണർ, എന്തുകൊണ്ട് ഈ പൊത്തീബറിന്റെ ഭാര്യ, എന്തുകൊണ്ട് എൻ്റെ യൗവന പ്രായത്തിൽ ഈ പ്രതിസന്ധികളെന്ന് നീ ചോദിക്കുന്നെങ്കിൽ നീ അതിൻ്റെ റിസൾട്ട് പിന്നീട് അറിയും. ഇത് ആരോടോ ഉള്ള ഒരു സന്ദേശമാണ് പ്രിയരെ. നിങ്ങളെ ദൈവം അറിയിക്കും. ഏതു ശിക്ഷയും തൽക്കാലം അത്ര സന്തോഷകരമല്ല.
ദുഃഖകരമെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അതാണ് ദൈവദാസനെ ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യങ്ങൾ നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാനുള്ള സാഹചര്യങ്ങളാണ്. ഇത് പുതിയ നിയമത്തിൽ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ പഴയ നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട രസകരമായ ആഴമേറിയ ഒരു സന്ദേശം കിടപ്പുണ്ട്. അത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലാണ്. 32-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളൊന്ന് വായിക്കാമോ? താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകന്മേൽ അവനെ വഹിച്ചു. അതിന്റെ ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ആ കുടുംബത്തോട് പറയുന്നു, ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ഒന്ന് ഏറ്റെടുക്കാവോ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെയും നിന്റെ തലമുറയും ദൈവം സൂക്ഷിക്കും. ദൈവസഭയെ ദൈവം സൂക്ഷിക്കും. വിശ്വസിക്കുന്ന രാമീൻ പറഞ്ഞേ. സക്കറിയ 2:5 നാം വായിക്കുന്നത് പോലെ അവൻ നമുക്ക് ചുറ്റും തീമതിലായിരിക്കും. സക്കറിയ 9:8 വായിക്കുന്നത് പോലെ അവൻ നമുക്ക് ചുറ്റും പട്ടാളമായി ഇറങ്ങി വരും. ഇതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഹല്ലേലൂയ, താൻ അവരെ മരുഭൂമിയിലും സ്തോത്രം എന്ന് വായിച്ച പാസ്റ്റർ. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. 11-ാമത്തെ വാക്യം, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറക്. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്റെ മേൽ അവനെ വഹിച്ചു. ഇതാ ഒരു തള്ളക്കഴുകനോട് സ്വർഗത്തിലെ ദൈവത്തെ സമാന്തരപ്പെടുത്തുകയാണ്. കഴുകൻ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? കഴുകൻ കൂടുണ്ടാക്കുന്നത് താണപ്രദേശങ്ങളിലല്ല, ഏറ്റവും ഉയർന്ന പ്രദേശത്തിലാണ്, വളരെ റഫായിട്ടുള്ള പ്ലേസുകളിലാണ്, ഏറ്റവും ഉയരത്തിലാണ്, പർവ്വതത്തിന്റെ മലയുടെ ഒക്കെ ഏറ്റവും മുകളിൽ, ഏറ്റവും ഹൈറ്റുള്ള വൃക്ഷത്തിന്റെ ആർക്കും കയറി എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഈസി ആയിട്ട് കയറാൻ കഴിയാത്ത വൃക്ഷത്തിന്റെ മുകളിൽ, വലിയ മലകളുടെ മുകളിൽ കഴുകൻ കൂടുണ്ടാക്കും. വളരെ റഫായിട്ടുള്ള വലിയ കമ്പുകളും ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ കൂടുണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തൻ്റെ തൂവലുകൾ പൊഴിച്ചിടും, വളരെ സോഫ്റ്റ് ആക്കി മാറ്റും, സോഫ്റ്റ് മെറ്റീരിയലാക്കും. ഇതിനുശേഷം മുട്ടയിട്ട് ആ കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി കഴിയുമ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് വളർന്ന് പറക്കാനുള്ള സമയമായി വരുമ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും ഈ കഴുകൻ തന്നെ ചൂണ്ടുകൊണ്ട് വലിച്ചെടുത്ത് കളയും. എന്നിട്ട് ആ റഫായിട്ടുള്ള ആ പ്രതലത്തിനകത്ത് ഈ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ചെറിയ ചെറിയ കമ്പിൻ്റെ മുനകളൊക്കെ കൊള്ളുമ്പോൾ ചെറുതായിട്ടൊന്ന് വേദനിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവിടം കൊണ്ടും തീരുന്നില്ല. അല്പം പറക്കമുറ്റുന്ന സമയത്ത്, പറക്കാറാകുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ കൊത്തിയെടുത്തുകൊണ്ട് അല്പമായി ഉയരത്തിൽ പറക്കും. പറന്നിട്ട് ഈ കഴുകൻ ചുണ്ടിൽ നിന്ന് ഈ കുഞ്ഞിനെ അങ്ങ് വിടും. വിട്ടു കഴിയുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ തറയിൽ വീഴുമെന്ന് ആ സാഹചര്യം എത്തുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പോലെ കഴുകൻ ചിറക് വിരിച്ചിറങ്ങി വന്ന് ഈ ചിറകിനകത്ത് അതിനെ കോരി എടുത്തുകൊണ്ട് വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കും. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മളെയും ദൈവം നടത്തുന്നത് ചില സമയങ്ങളിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ എയറിൽ കാക്കയെ പോലെ ആകാനും കോഴിയെ പോലെ ആകാനും, സ്തോത്രം, അതിനെ പോലെ പറക്കാനല്ല. ഒരു കോഴി പറക്കുന്ന ഉയരത്തിൽ, കാക്ക പറക്കുന്ന ഉയരത്തിൽ, ഒരു തത്ത പറക്കുന്ന ഉയരത്തിൽ പറക്കാനല്ല നിന്നെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കം മുതലേ നീ ട്രെയിനിങ്ങിലാണ്. ഇതൊരു ദൂതാണ്, ആർക്കുമില്ലാത്ത ട്രെയിനിങ്.
ആർക്കുമില്ലാത്ത ട്രെയിനിങ്, ആർക്കുമില്ലാത്ത പരീക്ഷകൾ നിനക്കുണ്ടാകുന്നെങ്കിൽ നീ എഴുതി വെച്ചുകൊള്ളുക. ആർക്കുമില്ലാത്ത നന്മ നിനക്കുണ്ടാകാൻ പോവുകയാണ്. ആർക്കുമില്ലാത്ത വെല്ലുവിളികൾക്ക് ദാവീദേ നിനക്കുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക, ആർക്കുമില്ലാത്ത ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ പകരുകയാണ്. ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, കഷ്ടതകൾ പൗലോസേ നിനക്കുണ്ടാകുന്നെങ്കിൽ നീ ഓർത്തുകൊള്ളുക, ആർക്കുമില്ലാത്ത വെളിപ്പാടുകളുടെ ആധിക്യം സ്വർഗം നിന്റെ മേൽ പകരുകയാണ്. ആർക്കുമില്ലാത്ത നിന്ന ജോസഫേ നീ അനുഭവിക്കുന്നെങ്കിൽ നീ ഓർത്തുകൊള്ളുക, ആർക്കുമില്ലാത്ത ഒരു പൊസിഷൻ ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കഴുകനെ ഇങ്ങനെ ഉയരത്തിൽ കൊണ്ടുവന്ന് എയറിൽ ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് സിറ്റുവേഷൻസിനെ. ഞാനിത് പറയുമ്പം ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്. ഇത് കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു ദൂതാണ്. സിറ്റുവേഷൻസിനെ, സാഹചര്യങ്ങളെ, അറ്റ്മോസ്ഫിയറിനെ അതിനെ അതിജീവിക്കാൻ, ആ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ, കാറ്റിനെ അതിജീവിക്കാൻ, എതിരെ വരുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ട്രെയിനിങ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ കണ്ണുകൾ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആണ്. ഇത് കൊത്തിയെടുത്തോണ്ട് പോകുന്നതും മനസ്സിലാക്കേണ്ട കാര്യം, താഴത്ത് നിന്ന് മുകളിലേക്ക് ഉയരുന്നതും ഉയരത്തിൽ നിന്ന് പിന്നെയും താഴോട്ട് വിടുന്നതും ഇത് രണ്ടും നമ്മുടെ പ്ലാനല്ല. താഴ്ത്തുന്നതും ഉയർത്തുന്നതും ഈ തള്ളക്കഴുകനാ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ താഴ്ചയിലും ഉയർച്ചയിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. താഴ്ചയിലും ഉയർച്ചയിലും അവന്റെ കണ്ണുകൾ നമ്മുടെ കൂടെയുണ്ട്. താഴ്ചയിലും ഉയർച്ചയിലും അവന്റെ കരുതൽ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ താഴ്ചയിലും നമ്മുടെ ഉയർച്ചയിലും ദൈവത്തിന്റെ സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നാം താഴുന്നതും ഈ ഉയരുന്നതും നമ്മുടെ പ്ലാൻ അല്ല എന്നുള്ളതിന്റെ അടയാളമാണ്. കഴുകൻ ഈ കുഞ്ഞിനെ കൊത്തിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. ഇനി ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങളോടുള്ള മെസ്സേജാണ്. എന്നിട്ട് ചുണ്ടിൽ നിന്ന് പിടിവിടും, ചുണ്ടങ്ങും വിടർത്തും, കുഞ്ഞു താഴെ പോവും. വീഴുമെന്ന് ഇവന് തോന്നണം, പക്ഷെ വീഴ്ത്തുകയല്ല. നീ വീഴാൻ പാടില്ല. എന്നാൽ വീഴുമെന്ന് തോന്നും. വീഴുമെന്ന് തോന്നിയാൽ മാത്രമേ നിന്നെ വഹിക്കുന്ന ഒരു ചിറകുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ നിനക്ക് വരാത്തിടത്തോളം അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. പല സന്ദർഭങ്ങളിലും എൻ്റെ കയ്യിൽ ഈ പ്രശ്നം നിൽക്കുകയില്ല, എന്നെയും കൊണ്ട് ഇത് പരിഹരിക്കാൻ ഒക്കുകയില്ല, ഈ സിറ്റുവേഷനെ എനിക്ക് തന്നെ നേരിടാൻ പറ്റുകയില്ല എന്നൊരു സാഹചര്യവും ചിന്തയും ബോധ്യവും നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരവും പ്രവൃത്തിയും മഹത്വവും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ. ഈ കഴുകന്റെ കുഞ്ഞിന് തോന്നണം ഇത് വീഴുമെന്ന്, കരയണം, നിശ്ചയമായിട്ടും കരയണം. പക്ഷേ മുകളിൽ പറക്കുന്ന ആ കഴുകന്റെ കണ്ണുകൾ, ദൃഷ്ടികൾ ഈ കുഞ്ഞിനെ നോക്കി പറയുന്ന ഒരു ആലോചനയുണ്ട്. നിനക്ക് തോന്നുകയേ ഉള്ളൂ, നിന്നെ ഞാൻ വീഴ്ത്തുകയില്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവൻ നമ്മളെ കാക്കുന്ന ദൈവമാ. ദൈവം വിശ്വസ്തനാ. പരീക്ഷ അവൻ അനുവദിച്ചാൽ പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും വീഴാൻ പാടില്ല. വീടില്ല, പറഞ്ഞേ, വീടില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും, എല്ലാം അവസാനിക്കുകയാണോ, വീഴുകയാണോ, കഴിഞ്ഞോ, ഇനി എനിക്കൊരു മിനിസ്ട്രി ഉണ്ടോ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടോ, ഇനി എനിക്കൊരു നന്മയുണ്ടോ, ഈ സിറ്റുവേഷനൊക്കെ മാറുമോ, ഇതുകൊണ്ടെല്ലാം അവസാനിക്കാൻ പോവാന്നോ എന്ന് നിന്റെ മൈൻഡിൽ നിനക്ക് തോന്നിപ്പോകും. തോന്നണമെന്നാ പറയുന്നത്. അങ്ങനെ തോന്നിയാൽ മാത്രമേ നാളുകളിൽ എഴുന്നേറ്റ് നിന്ന് പറയുള്ളൂ, എനിക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ, എനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കൈകാര്യം ചെയ്തു. അവൻ്റെ ചിറകിൻ്റെ മേളിൽ അവൻ എന്നെ വഹിച്ചത് കൊണ്ട്, അവൻ എന്നെ താങ്ങിയത് കൊണ്ട്, എൻ്റെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിന്നത്. പറയാമോ, ഞാൻ നിന്നതല്ല, അവൻ എന്നെ എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഞാൻ നേടിയതല്ല, എൻ്റെ ദൈവം സകലതും എനിക്ക് നൽകിയതാണ്. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ ആയുസ്സോടിരിക്കുന്നത് ആ ചിറകിനകത്തെന്നെ മറച്ചത് കൊണ്ടാണ്. ഇവിടം വരെ എത്തിയത് ആ ചിറകിൽ വെച്ചെന്നെ വഹിച്ചുകൊണ്ടവൻ പറത്തി ഉയർത്തിയത് കൊണ്ടാണ്. എൻ്റെ ഉയർച്ചയിലും എൻ്റെ താഴ്ചയിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്.